ഹലോ ഹായ് നമസ്കാരം. വളരെ അപൂർവമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഒരു സിനിമയ്ക്ക് ഒരു റിവ്യൂ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അടുത്ത് തന്നെ ആ സിനിമയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുക എന്നുള്ളത്. സംഭവം അധ്യായം 1 എന്ന സിനിമയെക്കുറിച്ചാണ് പറയാനുള്ളത്. പക്ഷേ സിനിമയല്ല ഞാനിപ്പോൾ രണ്ടാമത് കണ്ടത്. ആ സിനിമയ്ക്ക് ആധാരമായിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. ആ ഷോർട്ട് ഫിലിം ഇപ്പോൾ നിങ്ങൾ തപ്പി നോക്കിയാൽ കാണില്ല, കാരണം യൂട്യൂബിൽ നിന്ന് അവരിപ്പോൾ അത് പിൻവലിച്ചിട്ടുണ്ട്. ഞാൻ ആ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഷോർട്ട് ഫിലിം തന്നെ നമുക്ക് തരുന്നൊരു കിക്കുണ്ട് മാൻ. ഗംഭീര പരിപാടിയാണ് ആ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് അത് സിനിമയാക്കാം എന്ന് പറഞ്ഞൊരു ടീം മുന്നോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു ഷോർട്ട് ഫിലിം. പക്ഷേ ഒരു പുതിയ സംവിധായകനെ വിശ്വസിച്ച് ഒരു സിനിമയ്ക്കുള്ള ബഡ്ജറ്റൊക്കെ മുടക്കാൻ തയ്യാറായി വന്നിട്ടുള്ള ആളുകളെ എത്ര അഭിനന്ദിച്ചാലും തീരില്ല. ജിത്തു സതീശൻ മംഗലത്ത് സംവിധാനം ചെയ്തിട്ടുള്ള സംഭവം അധ്യായം 1 അസ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയൊരു ചെറിയ വലിയ താരനിരയുമായിട്ട് വന്ന സിനിമയാണ്. ഈ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സംവിധായകനോട് വലിയ ഇഷ്ടം തോന്നിയൊരു കാര്യം എന്താ അറിയോ, ഷോർട്ട് ഫിലിമിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളുകളൊക്കെയും ഈ സിനിമയിലേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ട്. പലപ്പോഴും സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയ കുറച്ച് താരങ്ങളെ കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാം എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും അതിന് ആധാരമായിട്ടുള്ള ഷോർട്ട് ഫിലിമിൽ നിന്ന് പലരും മാറ്റപ്പെടും. പക്ഷേ ഇവിടെ ആ ഒറിജിനൽ ടീമുണ്ടല്ലോ, ആ ടീമിനൊരു ട്രിബ്യൂട്ടൊക്കെ പോലെ അവർ സിനിമയിലും ഉണ്ടായിരുന്നു. നല്ല പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സിനിമയിലേക്ക് വരുമ്പോൾ നവീൻ നജോസാണ് അതിൻ്റെ DOP ചെയ്തിട്ടുള്ളത്, അർജുൻ പ്രകാശാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്, വിഷ്ണു ഗോവിന്ദിൻ്റെ ഓഡിയോഗ്രഫി, ഗോഡ്വിൻ തോമസിൻ്റെ മ്യൂസിക്. സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാനേ ഞാൻ പറയുള്ളൂ. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുണ്ട്. അതാണ് ഈ സിനിമയുടെ ഒരു വലിയ പോസിറ്റീവ് ഘടകമായിട്ട് ഞാൻ റിവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊരു ടെക്നിക്കൽ പരിപാടിയാണ് ആ ചെയ്തു വെച്ചിരിക്കുന്നത് അറിയോ. വിഷ്വൽസ് എടുത്തു വെച്ചിരിക്കുന്നത്, അതിൻ്റെ എഡിറ്റിങ്ങും VFXും മറ്റു പരിപാടികളും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്, അതേപോലെ അതിൻ്റെ ഓഡിയോ വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് രസമായിട്ടാണ്. ഞാൻ ഷോർട്ട് ഫിലിം കാണുമ്പോൾ നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നറിയോ, അത്രയധികം ആഗ്രഹിച്ച് മോഹിച്ച് കിട്ടിയ ബഡ്ജറ്റിനുള്ളിൽ ഒരു ഗംഭീര പരിപാടി അവരൊരുക്കി. അതിൻ്റെ കൂടെ കുറച്ചും കൂടി ബഡ്ജറ്റ് വന്നപ്പോൾ അവരത് വേറെ ലെവലിലേക്ക് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ, നമ്മൾ കണ്ടൊരു സിനിമ, അതിൻ്റെ അകത്ത് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ തവണയും ഇതിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അതല്ലേ, ഇത് വേണേൽ നമുക്ക് ഇങ്ങനെ പറയാലോ, ഇങ്ങനെ കണക്ട് ചെയ്യാലോ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യത്തക്ക രീതിയിൽ വളരെ വാസ്റ്റായിട്ടുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് ഈ സിനിമ നമ്മളെ കൊണ്ട് ലാൻഡ് ചെയ്യിക്കുന്നത്. ഇനി അങ്ങനെ ചിന്തിക്കാനൊന്നും താല്പര്യമില്ല എന്നാണെങ്കിലും ചുമ്മാ ഞെട്ടിത്തെരിച്ചിരുന്ന് കാണാൻ നമുക്ക് ഈ സിനിമ കാണാം. ഷോർട്ട് ഫിലിമും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സംവിധായകൻ്റെ കൈയടക്കത്തിനെ കുറിച്ച് കുറച്ചും കൂടി ഒരു ധാരണ കിട്ടിയത്. കാരണം 15 മിനിറ്റിൽ നമ്മൾ ഈ 2 മണിക്കൂർ എടുത്ത് കണ്ട സിനിമയുടെ ഒരു എസെൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്ക പരിപാടി, അത് ശരിക്കും ഷോർട്ട് ഫിലിമിൽ കിട്ടുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത് കാണുമ്പോഴാണ് 2 മണിക്കൂറിൽ ഒരു കൺഫ്യൂഷൻസും മിച്ചം വെക്കാതെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറയുന്ന അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അങ്ങനെ 15 മിനിറ്റിൽ ഇത് അടിപൊളിയായിട്ട് ചെയ്തില്ലേ. പക്ഷേ ഷോർട്ട് ഫിലിമും സിനിമയും തമ്മിൽ അതിൻ്റെ ബാക്ക് സ്റ്റോറിയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമയിൽ അവർ കാണിച്ചിട്ടുള്ളൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, പക്ഷേ ഷോർട്ട് ഫിലിമിൽ കാണിച്ചിരിക്കുന്നത് അതിലും ഒരുപാട് പഴയ കഥയാണ്. മിക്കവാറും ഇതിൻ്റെ ഒരു 3rd പാർട്ടൊക്കെ പോലെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ ഈ കഥ നമ്മൾ കണ്ടു, സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് പാർട്ടിൽ കണ്ട സ്റ്റോറിയുടെ ബാക്കിലേക്ക് പോകുന്നു, 3rd പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിമിൽ കണ്ടിട്ടുള്ള ആ പാസ്റ്റിലേക്കായിരിക്കും അവർ പോകുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ എന്തുമാത്രം സാധ്യതകളുള്ളൊരു സിനിമയാണ് മിസ്റ്റർ ജിത്തു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്നറിയോ. ആക്ച്വലി എന്താണ് സംഭവം? ഇനി സിനിമ കണ്ടവരോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സംഭവം അധ്യായം 1 എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തുടർന്ന് കാണാതിരിക്കുക. കാരണം സിനിമയിലെ ചില കാര്യങ്ങൾ അതെന്തായിരിക്കാം എന്ന് പറയുന്ന എൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. സിനിമയിൽ ചിലപ്പോൾ സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഇതിനേക്കാൾ ഗംഭീരമായിട്ടായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ സിനിമ കണ്ടൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ സിനിമയിലെ കാർഡ്, ഇതിൻ്റെ കൺസെപ്റ്റ്, ഇതെന്താണ് എന്നുള്ള എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് ഇനി അങ്ങോട്ട് നിങ്ങൾ കേൾക്കുക. അതിൽ സ്പോയിലർ എലമെൻറ്റുകൾ ഉണ്ടാവും. മൈ ഹംബിൾ റിക്വസ്റ്റ്, പോയി സിനിമ കാണൂ, അതിന് ശേഷം ബാക്കി കാണൂ എന്നുള്ളതാണ്. കാരണം സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്ക് തുടർന്ന് കണ്ടാലും ഒന്നും മനസ്സിലാവില്ല. ഞാൻ സിനിമയിലുള്ള എല്ലാ കാര്യങ്ങളൊന്നും പറയില്ല, ഓർഡർ അനുസരിച്ചും പറയില്ല. അതിലെ ചില ബിംബങ്ങൾ എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് മാത്രമാണ് സംസാരിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങളുണ്ടാവും. അതിങ്ങനെയല്ലേ എന്ന് ഉറപ്പിക്കാൻ പറ്റിയ ചില തെളിവുകൾ നിങ്ങൾ സിനിമ കണ്ടപ്പോൾ എന്നേക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പറയുന്നത്, ഇനി അങ്ങോട്ട് വീഡിയോ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണുക. സ്പോയിലർ എലമെൻ്റ് ഉണ്ട്. ഈ സിനിമയിൽ നമ്മൾ കാണുന്നത് ടൈം ലൂപ്പാണോ എന്ന് ചോദിച്ചാൽ യെസ്, അവരൊരു ലൂപ്പിൽ പെട്ടു പോവുകയാണ്. ടൈം ട്രാവൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അവർക്ക് ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു മുന്നോട്ടും പുറകോട്ടും ഉള്ള ഒരു സീസോ ഒക്കെ പോലത്തെ ഒരു ലൂപ്പിലാണ് ഇവർ ചെന്ന് പെട്ടിരിക്കുന്നത്. ഡയറക്റ്റ് ഇങ്ങനെ കറങ്ങി ഇറങ്ങുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ തുടങ്ങിയെടുത്ത് തിരിച്ചു വരിക എന്നുള്ളതല്ല. പല സ്ഥലങ്ങളിൽ പക്ഷേ സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻസ് നടക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് ഇവരിത് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. കാര്യം നമ്മൾ സിനിമ കാണുമ്പോൾ അബ്രപ്റ്റായിട്ട് പല ടൈം ലൈനിൽ ഇവരെ കൊണ്ട് നിർത്തുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ
ഷോർട്ട് ഫിലിമിൽ ഇല്ലാത്ത ഒരു കണക്റ്റിംഗ് ഫാക്ടർ സിനിമയിലുണ്ടായിരുന്നു. ഇവർ പല സമയങ്ങളിൽ പോയി ലാൻഡ് ചെയ്യുന്നതിൽ ഒരു സമയം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം ചൈൽഡ്ഹുഡാണ്, അല്ലെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡിനെ തിരുത്താൻ പറ്റുന്ന ഒരു സ്പേസിലേക്കാണ് പോകുന്നത്. അസ്കർ അലി ചെന്ന് നിൽക്കുന്നത് അയാളുടെ ഏറ്റവും വലിയ ട്രോമ, അയാൾക്ക് അച്ഛനുണ്ടായിരുന്നില്ല അയാളുടെ വളർച്ചയുടെ കാലത്തൊന്നും. അങ്ങനെ ഒരു അച്ഛനെ അയാൾ വളരെയധികം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൻ്റെ അച്ഛനെ തന്നെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു ടൈം ലൈനിലാണ് അദ്ദേഹം ചെന്ന് നിൽക്കുന്നതിൽ ഒന്ന്. അതേസമയം നമ്മൾ വിനീത് അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഒരു വലിയ വിഷമമാണ് അദ്ദേഹത്തിന് പെങ്ങളെ നഷ്ടപ്പെട്ടു എന്നുള്ളത്. പുള്ളി സിനിമയുടെ തുടക്കം മുതലേ പറയുന്നുണ്ട്, ഈ സ്ഥലം കൊള്ളില്ല, ഞാൻ അവിടെ പോയിട്ടുണ്ടെന്നോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മിക്കവാറും ആ ടൈം ലൂപ്പിൽ ഇതിനു മുൻപ് അകപ്പെടുകയും രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും. പക്ഷേ ആ ലൂപ്പിനകത്തേക്ക് അദ്ദേഹം ചെന്ന് പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്. അസ്കർ അലിക്ക് ആദ്യം ബോധം വരുമ്പോൾ അദ്ദേഹം കാണുന്നത് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വിനീത് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ സഹോദരിയാണ്. ചേച്ചിന്ന് വിളിച്ചിട്ടാണ് ആ കുട്ടിക്ക് പിന്നാലെ വിനീത് ഓടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി ആ ചതുപ്പിൽ ചെന്ന് വീഴുന്നത്. സോ ഇവർ ആക്ച്വലി രക്തം വീഴുകയോ ശബ്ദമുണ്ടാകുകയോ ചെയ്യുമ്പോൾ പല ടൈം ലൈനിൽ പോയി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അനുഗ്രഹമായിട്ടും കാണാം, ശാപമായിട്ടും കാണാം. ശാപം എന്നുള്ളൊരു ആംഗിളിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ലൂപ്പ് എന്നുള്ള ആംഗിളിലാണ് നമ്മൾ സിനിമയിൽ കാണുന്നതെങ്കിലും വേണമെങ്കിൽ നമുക്ക് അതിനൊരു അനുഗ്രഹമായിട്ട് കാണാം. കാരണം അസ്കർ അലി അവതരിപ്പിക്കുന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് അച്ഛനില്ലാണ്ട് വളരേണ്ടി വന്നു എന്നുള്ളതാണ്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അച്ഛൻ ജീവിച്ചിരുന്ന ആ ടൈം ലൈനിൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തെയും കൂട്ടരെയും സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞ് ഇയാൾ കണ്ണ് തുറക്കുമ്പോൾ, നമ്മൾ സിനിമയിൽ ആദ്യം കാണുന്ന ഷോട്ട് തന്നെയാണ് വീണ്ടും കാണുന്നത്, കണ്ണ് തുറക്കുമ്പോൾ അച്ഛൻ കൂടെയുണ്ട്. അയാളുടെ ചൈൽഡ്ഹുഡിലെ ഏറ്റവും വലിയ നഷ്ടം അയാൾക്ക് സംഭവിച്ചിട്ടേ ഇല്ല. മാത്രമല്ല ഒരു അച്ഛൻ കൂടെ ഉള്ളത് കൊണ്ട്, ഒരുപക്ഷെ അയാളെ നന്നായി ഗൈഡ് ചെയ്തതുകൊണ്ടാവാം, സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന പോലെ ഒരു CPO ആയിട്ടല്ല, അയാളൊരു SIO CIO ആയിട്ടാണ് പോലീസിൽ ജോയിൻ ചെയ്യുന്നതും ഈ പറയുന്ന സ്ഥലത്തേക്ക് വരുന്നതും. സോ അയാളുടെ ജീവിതം കുറേം കൂടി മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്തത്. ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ നമ്മൾ ഏത് ടൈം ലൈനാണോ ഉള്ളത് ആ ടൈം ലൈനിൽ നമ്മുടെ പാസ്റ്റിനെ തിരുത്താൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടെങ്കിൽ അതിനെ തിരുത്തുകയാണെങ്കിൽ നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റും. അതിൽ ഈ സിനിമയിൽ ഇവർക്കെല്ലാം കൊടുക്കുന്ന അവസരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവസരങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിൽ തിരുത്തലുണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ കാർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവരെല്ലാവരും പെട്ടുപോകുന്ന ആ ലൂപ്പ്, ആ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡ് ആണെങ്കിലോ, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്താണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ രൂപപ്പെടുക. നമ്മൾ ഓരോ കാര്യങ്ങളിൽ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുക, ആളുകളോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുക, പല സിറ്റുവേഷൻസിലും നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, ആളുകളെയും അവരുടെ ട്രെയ്റ്റ്സിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കൺസീവ് ചെയ്യുക, ഇതെല്ലാം രൂപപ്പെടുന്നതിൽ ഒരു വലിയ സമയം എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡാണ്. ആ ചൈൽഡ്ഹുഡ് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതാണെങ്കിൽ, അവിടെ ഒരുപാട് ട്രോമാറ്റിക് ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും, വളരെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുള്ള അവസരം എന്ന് പറയുന്നത് ഇവരുടെ ചൈൽഡ്ഹുഡിലെ തിരുത്തലുകൾ ഉണ്ടാക്കാനാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവരാ കയറി പോകുന്ന കാർഡ് അവരുടെ ചൈൽഡ്ഹുഡും അവരാ കാണുന്ന പ്രതിമ എന്ന് പറയുന്നത് അവർ തന്നെയാണെങ്കിലും അവർക്ക് അവിടെ ഒരു ചാൻസ് കിട്ടുകയാണ് അവരവരുടെ പാസ്റ്റിനെ റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ റീറൈറ്റ് ചെയ്യുന്നത് വഴി അവരുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ നോക്കൂ, ആ കാർഡ് ഒരിക്കലും മാറുന്നില്ല. ഇത്രയും വർഷങ്ങളുടെ ഡിഫറൻസ് ഉള്ളപ്പോഴും കാർഡ് അങ്ങനെ തന്നെയാണുള്ളത്. കാർഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമകളൊക്കെ ആ ഒരു ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള നന്മകൾ കാണാൻ പറ്റില്ല. നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ കുട്ടിക്കാലത്ത് സ്നേഹിക്കുന്ന ആളുകൾ ചിലപ്പോൾ നമുക്ക് പ്രശ്നക്കാരായിരുന്നിരിക്കും. എന്നാൽ ഈ ചൈൽഡ്ഹുഡ് ട്രോമയുടെ പുറത്തേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ജീവിക്കാൻ പറ്റുക. തുറന്ന മനസ്സോടെ സന്തോഷത്തോടെ ലോകത്തെ സ്വീകരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. ഇവരൊക്കെ പെട്ടുപോകുന്നത് ഈ ലൂപ്പിനകത്താണ്. അവിടെ നിന്ന് ഇതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ളൊരു മാർഗം എന്താണ് എന്ന് വഴിയറിയാവുന്ന ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അവർ ആ ലൂപ്പിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. മാത്രമല്ല ആ ലൂപ്പിൽ അവരെ പെടുത്തുന്ന ഘടകം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്ന് രക്തവും മറ്റൊന്ന് ശബ്ദവുമാണ്. ഇത് രണ്ടുമാണ് നമ്മളൊക്കെ നേരിട്ടിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് നമ്മളോട് ശബ്ദമെടുത്തവർ, നമ്മളെ ആക്രമിച്ചവർ, നമ്മളെ ബുദ്ധിമുട്ടിച്ചവർ, ഇതിലെല്ലാത്തിലും ഈ ശബ്ദം, രക്തം എന്നൊക്കെ പറയുന്ന ഘടകങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. വിനീത് അവതരിപ്പിക്കുന്ന കഥാപാത്രം കുട്ടിക്കാലത്ത് അയാൾ എന്തോ ഒരു കാഴ്ച കണ്ട്, മിക്കവാറും ആ വെള്ളക്കുതിരയെ കണ്ടിട്ട് അയാൾ ഓടിപ്പോയി. അയാളുടെ പുറകെ ചേച്ചിയും വന്നു. അങ്ങനെ ചേച്ചിയും അനിയനും ആ കാട്ടിൽ പെട്ടുപോവുകയും അനിയൻ എങ്ങനെയൊക്കെയോ ചിലപ്പോൾ ഈ പറയുന്ന ലൂപ്പിൻ്റെ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി പുറത്തിറങ്ങി അവൻ രക്ഷപ്പെട്ടു. പക്ഷേ ചേച്ചി അവൻ അവിടെ വെച്ച് നഷ്ടമായി. ആ ചേച്ചി ഇല്ലാതിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് അവനൊരു ഒരു ദേഷ്യക്കാരനായിട്ട്, എല്ലാത്തിനോടും ഭയങ്കര കലിപ്പുള്ള ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്തി. എന്നിട്ട് അവസാനം അവൻ്റെ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? തിരിച്ചു കയറി വരാൻ പറ്റാത്ത ഒരു ചതുപ്പിലേക്ക് അവൻ താണു പോവാണ്. നമ്മൾ ഏറ്റവും അവസാനം കാണുന്ന പെൺകുട്ടിയെ എടുത്ത് നോക്കിയാലും നമുക്ക് ഈ ചൈൽഡ്ഹുഡുമായിട്ട് കണക്ട് ചെയ്യാനുള്ള എലമെൻ്റ് ഉണ്ടാവും. ജനറേഷണൽ ട്രോമ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ എത്ര ഘടകങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഏതൊക്കെ രീതിയിൽ
അവതരിപ്പിക്കാൻ പറ്റുന്ന പോലെയാണ് ഇവർ ഈ സിനിമ കൺസെപ്ച്വലൈസ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയും ബഡ്ജറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഇവർ ഇതിനേക്കാൾ ഭീകരമായൊരു കൺസെപ്റ്റായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യും. ഞാനതിൻ്റെ റിവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊക്കെയും ആ കാട്ടിലല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് പോലെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചാണ് നമ്മുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ മാത്രമല്ല, നമുക്ക് പിന്നാലെ വരാൻ പോകുന്ന എത്രയോ ജനതയുടെ ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് അതിനനുസരിച്ചായിരിക്കില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ അസ്കർ അലിയുടെ ക്യാരക്ടർ സത്യത്തിൽ തിരുത്തേണ്ടിയിരുന്നത് ഈ സമയമല്ല, ഇതിനു മുൻപുള്ള ഏതോ ഒരു കാര്യമാണ്. അവിടെ അയാൾ തിരുത്തൽ വരുത്തുമ്പോൾ അയാൾ വീണ്ടും മനസ്സിലാക്കും ഇനിയും ഒരുപാട് പിന്നിൽ പോയിട്ടാണ് ഇതിൻ്റെ തിരുത്തൽ വരുത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഷോർട്ട് ഫിലിമിൽ കണ്ടിട്ടുള്ള ഒരു കഥയിലേക്ക് ലാൻഡ് ചെയ്യുന്നത് വരെ ഇത് എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാം. നമ്മൾ മറ്റേ ഡാർക്കൊക്കെ പറയുന്ന പോലെ സീസൺ ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന അത്രയും സ്പേസ് ഉള്ള ഒന്നാണ്. ഒരുപാട് സാധ്യതകളുള്ളൊരു സിനിമയാണ് മലയാളത്തിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റിയത്. ഇതിനകത്ത് കാക്കകളൊരു വലിയ വിഷയമാണ്. കാക്കയെ നിങ്ങൾ നോക്കൂ, നമ്മൾ ചുറ്റും നോക്കിയാൽ എല്ലായിടത്തും കാക്ക. നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ കാക്കയെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാക്ക എല്ലായിടത്തും ഉണ്ടെന്നാണ്. പക്ഷേ ശരിക്കും നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട അത്രയും കാക്കകളെ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ചുറ്റുപാട് മാറുന്ന കാര്യങ്ങളെ നമ്മൾ പോലും ചില സമയത്ത് അഡ്രസ്സ് ചെയ്യാറില്ല. ചിലതിൻ്റെ ആബ്സെൻസ് നമ്മൾ അഡ്രസ്സ് ചെയ്യില്ല. ചില പാറ്റേണുകൾ ചേഞ്ച് ആവുന്നത് നമ്മൾ മനസ്സിലാക്കില്ല. ഇനിയിപ്പോൾ ചൈൽഡ്ഹുഡുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആ കാർഡിനെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമായിട്ട് നോക്കി കണ്ടോളൂ. നമ്മളെല്ലാവരും അതിനകത്ത് കയറുന്നു. പിന്നെ പല ടൈം ലൈനിൽ ഓരോ പ്രാവശ്യം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ശബ്ദവും രക്തവും എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് വെച്ച് ഓരോ പ്രാവശ്യവും നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്തടുത്ത ടൈം ലൈനിലേക്ക് പോവാണ്. ചിലപ്പോൾ പാസ്റ്റിലേക്ക് പോകും, ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് പോകും, ചിലപ്പോൾ പേടിയിലേക്ക് പോകും, ചിലപ്പോൾ സങ്കടത്തിലേക്ക് പോകും, ചിലപ്പോൾ നിരാശയിലേക്ക് പോകും. അങ്ങനെ നമ്മളൊരു ലൂപ്പിൽ പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ നമ്മൾ സിസ്റ്റമാറ്റിക്കായി ശ്രമിക്കണം. കാരണം നമ്മളെ അതിൻ്റെ അകത്ത് പിടിച്ചിടുക എന്ന് പറയുന്നത് ആ ലൂപ്പ് ആരാണോ ഉണ്ടാക്കിയത്. നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് കാക്കയുടെ രൂപമുള്ളൊരു പ്രതിമയാണ്. നമ്മളെ അതിൻ്റെ അകത്താക്കി അവിടുന്ന് പുറത്ത് കടന്നു കിട്ടിയാൽ നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ പാസ്റ്റിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളെയും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും, ഡീൽ ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കി, ചൈൽഡ്ഹുഡ് ട്രോമ ഒരു സൈഡിൽ കിടക്കുന്നു, ഇൻസ്റ്റഗ്രാം ഒരു സൈഡിൽ നിൽക്കുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഈ കാർഡിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ ഒന്നുമല്ലാതെ അതിനൊരു പ്യുവർ വിശ്വാസമായിട്ട് അങ്ങനെ ഒരു കാർഡ്, അങ്ങനെ ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിഷ്ഠ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കഥയെ ആക്സെപ്റ്റ് ചെയ്യാൻ നോക്കിയാലും നമുക്കതിനെ അതുപോലെ തന്നെ കാണാൻ പറ്റും. അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നിടുന്ന, എനിക്ക് അതുകൊണ്ടാണ് ഈ സിനിമയെക്കുറിച്ച് വീണ്ടും സംസാരിക്കണമെന്ന് തോന്നിയത്, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൈൻഡ് ഓഫ് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. ഇതിൻ്റെ OTT വന്നു കഴിയുമ്പോൾ തീർച്ചയായും ഓരോ പോയിൻറ്റ്സും വാക്കുകളും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായി ഇത് ഇന്നതായിരിക്കും എന്ന് ചിലപ്പോൾ പറയാൻ പറ്റിയേക്കും. പക്ഷേ സിനിമ ഒരു പ്രാവശ്യം കണ്ടതിൻ്റെ വെളിച്ചത്തിൽ, ഷോർട്ട് ഫിലിം കണ്ടതിൻ്റെ ഒരു ത്രില്ലിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നോക്കുമ്പോൾ ഒട്ടനവധി സാധ്യതകൾ തുറന്നിട്ടിരിക്കുന്ന ഈ സിനിമയെക്കുറിച്ച് ഒരിക്കൽ കൂടി നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. ആ സിനിമയെ കുറച്ചും കൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നി. എനിക്കിവർ 10 കാശ് തരുന്നില്ല കേട്ടോ, പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സാധനം കാണുമ്പോൾ, ഇങ്ങനെയൊക്കെ ഒരു സാധനം മലയാളത്തിൽ ഉണ്ടായെന്ന് അറിയുമ്പോൾ നമ്മളിത് പ്രൊമോട്ട് ചെയ്യണ്ടേ? നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ മാത്രം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മാത്രം ഈ വീഡിയോ ഷെയർ ചെയ്യൂ. സിനിമ കാണാത്ത ആളുകളോട് നിങ്ങൾ സിനിമ കാണാൻ പറയൂ. അവർ സിനിമ കണ്ടതിന് ശേഷം മിക്കവാറും ഈ വീഡിയോ ഒക്കെ വന്ന് കണ്ടോളൂ. എനിക്ക് അങ്ങനെ കണ്ടാൽ മതി. വേർഡ് ഓഫ് മൗത്താണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ മൗത്ത് അടച്ചു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡിസേർവിംഗ് ആയിട്ടുള്ള സക്സസ് സംഭവിക്കാതിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒരു റിമൈൻഡർ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഹായ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ടൊരു 4-5 എൻ്റർ അടിക്കുക. ഒരു എൻ്റർ ഒന്നുമല്ല, ഒരു 4-5 എൻ്റർ അടിക്കുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് എഴുതുക. കാരണം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരുന്ന ചില ആളുകൾക്ക് ഈ കമൻറ്റ്സ് വായിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നൊരു ഐഡിയ കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ ഒരു സ്പോയിലിംഗ് എലമെൻ്റ് ആയിരിക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നുന്നത് ഈ സിനിമയുടെ പ്രൊമോഷണൽ പരിപാടികളാണ്. അവർ വളരെ സർട്ടിലായിട്ട്, സിമ്പിളായിട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ക്ലാസ് പരിപാടിയാണ്. അത് തീർച്ചയായും വിജയം കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിമയ്ക്ക് അത്യാവശ്യം ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഡിജിറ്റൽ പരിപാടികളൊക്കെ ചെയ്യുന്ന ഒബ്സ്ക്യൂറാണ് എനിക്ക് ഷോർട്ട് ഫിലിം കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഷോർട്ട് ഫിലിം അവർ യൂട്യൂബിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ പ്രൊമോഷൻസ് ഒക്കെ ഒരു വഴിക്ക് നടക്കുമ്പോൾ സിനിമ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുമ്പോഴും നമ്മുടെ മൗത്തിലാണ് ഈ പരിപാടി ഇരിക്കുന്നത്. നമ്മൾ വാഗുണ്ട് 4 പേരോട് കൊള്ളാം കേട്ടോ, നല്ല പടമാണ്, ഒന്ന് കണ്ടു നോക്ക് എന്ന് പറയുന്നിടത്താണ് ഈ സിനിമയെന്നല്ല ഏതൊരു സിനിമയുടെയും വിജയം ഇരിക്കുന്നത്. ഡിസേർവിംഗ് ആയിട്ടുള്ള വിജയങ്ങൾ നമ്മുടെ സൈലൻസ് കൊണ്ട് സംഭവിക്കാതിരിക്കുന്നത്, അത് ഭയങ്കര സങ്കടമല്ലേ? അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.